ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നൂബി 123 നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു പുതിയൊരു ഹൊറർ ഗെയിമല്ല, നമ്മുടെ പണ്ടത്തെ ഗ്രാനി 3 ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ലോഡിങ് ആവുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇൻട്രോ കാണാം. അത്ര കാലയോ ഇൻട്രോ കണ്ടിട്ട് തന്നെ സ്കിപ്പ് ഇൻട്രോ നമുക്ക് നിൽക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇൻട്രോ കാണാം. ഐക്കോണിക് ഇൻട്രോ ആണിത്. നമുക്ക് എന്തിൻ്റെ വട്ടാണല്ലേ ഗ്രാനിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരാൻ. രണ്ടോട്ടം എങ്ങനെയോ രക്ഷപ്പെട്ട്, മൂന്നോട്ടം മറ്റോ. എന്നിട്ട് അമ്മ എന്തിനീ ഗ്രാനിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വിടാനായിട്ട് വരുന്നു ഗൈസ്. ഗേറ്റ് ആരും പൂട്ടി ഗൈസ്. നമ്മളിപ്പോൾ തിരിഞ്ഞോക്കെയാണ് ആരടാ പൂട്ടിയെ, ഏത് പിരാന്തനാടാ പൂട്ടിയത്. ആണാണെങ്കിൽ മുന്നിൽ വാ. ഗേറ്റ് പൂട്ടാനായി എനിക്കറിയൂ ഗൈസ്. പാലും പൊക്കി ഗൈസ്. ഏത് പിരാന്തനാണ്. നമ്മുടെ ഗ്രാൻഡ് പേക്ക് ചെറിയ ബട്ടലുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഗ്രാൻഡ് പേക്ക് പിന്നെ ചെവിയും കണ്ണും കാണൂല. പക്ഷെ ഇടയ്ക്ക് തോക്കും കൊണ്ടൊരു വരുത്തുണ്ട് മോനെ. കുറച്ച് പേടിക്കണം ഗൈസ്. പറഞ്ഞത് 100 ഐസ് ഗൈസ്. ഇപ്പം പൂശും നമ്മളെ ഗൈസ്. പൂശിയിട്ടുണ്ട്. ഞാൻ എന്താ ആലോചിക്കുന്നത്, എന്താ ഈ പൂശാത്തേ അപ്പോൾ കണ്ട് പൂശിയിട്ടുണ്ട് ഗൈസ്. ഡേ 1 ആയിട്ടുണ്ട്. നമ്മ അങ്ങനെ ഗ്രാനി 3 ഒപ്പം കാണുന്ന പോലെ തന്നെ നമ്മൾ ജയിലിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മുടെ ജയിലിൽ നിന്ന് നമ്മൾ കുത്തിപ്പൊളിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഇല്ലേ ഗ്രാനിയും ഗ്രാനി തള്ളച്ചിയും, സോറി രണ്ടും ഒന്ന് തന്നെയാണ് ഗൈസ്. ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഗ്രാനിൻ്റെ കെട്ടിയവനും നമ്മൾ ഇനി പിടിക്കുകയേ ചെയ്യില്ല. പിടിക്കൂല. ഇങ്ങനെ നോക്കിക്കോ, നമ്മൾ പിടിക്കാണ്ട് എങ്ങനെയെങ്കിലും നോക്കൂ ഗൈസ്. പിന്നെ പിടിച്ചാൽ പിന്നെ എന്നെ പറയരുതേ, അത് തള്ളച്ചീനെയും ഗ്രാനിക്കാന്ന് ആ ക്രെഡിറ്റ് ഫുള്ളും ഗൈസ്. ഞാൻ അങ്ങനെ ഒച്ചപ്പാടാക്കി ഗ്രാനീനെയും ഗ്രാൻഡ്പേയും ഇവിടെ വരുത്തിക്കാൻ നോക്കിയത് ഗൈസ്. ഇവിടുന്ന് തേങ്ങ പോലെ ഒരു സാധനം കണ്ടതാണ്. അപ്പോൾ കൊണ്ട് തിരിഞ്ഞോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല സാധനം കിട്ടിയത്. അപ്പം നമ്മുടെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്ന ഉറപ്പായി. നമുക്ക് നല്ല ശുഭമുള്ള സാധനം കിട്ടിയത്. വെപ്പൺ കീയാണ് കിട്ടിയത് ഗൈസ്. ശുഭം നല്ല സാധനം കിട്ടിയ ഗൈസ്. നമുക്കിത് പോയിട്ട് വേഗം വെച്ചിട്ട് നമ്മളെ സ്ലിംഗ് ഷോട്ട് എടുക്കണം. ഗൈസ്. പിന്നെ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാളും താഴെ ഉള്ളു ഗൈസ്. ഞാൻ പോകുന്ന കണ്ടിന്, അതുകൊണ്ട് പേടിക്കാനില്ലാന്ന് തോന്നുന്നു. രണ്ടാളും താഴെ തന്നെ ഉള്ളൂ എന്ന് എൻ്റെ പ്രതീക്ഷ. ഞാൻ അടുത്തുമ്പോൾക്ക് പിന്നെ ഇവരെ കാണുന്നില്ല ഗൈസ്. പിന്നെ കയറിയില്ല, ഇവരെ പോയിന് കെട്ടിയാണ് ഗൈസ്. ഇവിടെ സേഫ് കീ ഉണ്ട് ഗൈസ്. എന്തിനാണെന്നറിയില്ല സേഫ് കീ ഗൈസ്. നമുക്ക് ഇന്ന് എന്തെങ്കിലും എസ്കേപ്പ് എടുത്തോ. ഒന്നിക്കിൽ ആ ഗേറ്റിലോട്ട് തന്നെ എസ്കേപ്പ് ചെയ്യണം. പിന്നെ നമ്മളവിടെ ട്രെയിൻ കണ്ടിട്ടില്ലേ, ട്രെയിൻ എസ്കേപ്പ്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഇന്ന് ചെയ്യും ഗൈസ്. ഞാൻ ടേബിളിൻ്റെ അടിയിലിവിടെ നല്ല വരുന്നുണ്ട്. പെട്ടെന്നായിട്ടോ ഗ്രാനൈറ്റ് പിടിക്കാൻ വന്നാൽ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ ഗൈസ്. കണ്ട. പിന്നെ എല്ലാ ഡോറും തുറന്നിടണോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാനൈറ്റ് പെട്ടെന്ന് പിടിക്കാനായിട്ട് വന്നാൽ ഈ പ്രശ്നം കിട്ടും ഗൈസ്. ഞാൻ വേഗം ഇതെടുത്തിട്ടുണ്ട്, സ്ലിംഗ് ഷോട്ടിന് സാധനം ഗൈസ്. ഇവിടെ പിന്നെ ഇലക്ട്രിക് സ്വിച്ച് ഉണ്ട്. ആ സ്ലിംഗ് ഷോട്ടിന് സാധനം ഇവിടെ വേഗം വെച്ചിട്ടുണ്ട്. സ്ലിംഗ് ഷോട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു കല്ല് പൊറക്കണം. പിന്നെ ആദ്യം ഗ്രാൻഡ്പനെ പൂശണം, ഗ്രാനീനല്ല. ഗ്രാൻഡ്പനെ പൂശിയിട്ട് ആ തോക്ക് ഇങ്ങനെ എടുത്താൽ പിന്നെ കളി നമ്മളെ ഗെയിമിലാണ്. തോക്ക് നമ്മളെ ഗെയിമിൽ കിട്ടിയാൽ പിന്നെ നമ്മളെ ഗെയിമിലാണ് കളി. പിന്നെ ഗ്രാനി പോയാൽ കെട്ടിയോട് വിചാരിച്ചാലും നമ്മളെ പിന്നെ പിടിക്കാൻ കിട്ടില്ല. കെട്ടിയോടായാലും ശരി ഗൈസ്. എടുക്കണ്ട കല്ല്, ഇതാണ് കല്ല്. വേറൊരു ഷേപ്പിലും കല്ലുണ്ടാവും, ഈ വട്ടത്തിൽ മാത്രമേ കല്ലുണ്ടാവും. സാധാരണ എല്ലാ ഷേപ്പിലും കല്ല് വേണ്ടേ, ഇതുണ്ട് വട്ടത്തിൽ. സംഭവം ഗ്രാൻഡ് ഫുള്ള് വട്ടത്തിലാണ് കാര്യം സാധിച്ചതാണ്. അത് പുറകിട്ട് നമ്മൾ ഇതാക്കുന്നത് ഗൈസ്. ഗ്രാൻഡ് പറയുമ്പോൾ വന്നു നമ്മളെ വെടിവെക്കാൻ നോക്കുന്നല്ലേ ഗൈസ്. പക്ഷെ ഞാൻ വെടീൻ്റെ ഒച്ച കിട്ടി, പക്ഷെ നമ്മൾ മേത്ത് കൊണ്ടിട്ടില്ല. എന്തോ ഭാഗ്യത്തിനാണ് ഗൈസ്. തല കറക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ വയറ്റത്താണ് കല്ലിനെ കൊണ്ട് അടിച്ചത്. അപ്പോൾ വയറ്റത്ത് അടിച്ചാൽ തല കറങ്ങും ഗൈസ്. അതിൻ്റെ അപ്പൊക്ക് മറ്റേ കെട്ടിയോളൊക്കെ അങ്ങനെ പൂശിയിട്ടുണ്ട്. അപ്പാപ്പൻ്റെ വയറ്റത്ത് അടിച്ചപ്പോൾ തല കറങ്ങുന്നു. അത് എടുത്ത ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഉറക്കണ്ടേ, തല കറക്കിയാൽ മാത്രം പോരാലോ, ഫുള്ളായിട്ട് കുറക്കണ്ടേ. വയറ്റത്തടിക്കുമ്പോൾക്ക്
തല ഇറങ്ങാൻ എന്താ കുഴപ്പം? പാർട്ടുകാരിയിലെ കളവനായി. ഗൈസ് നമുക്ക് അപ്പാപ്പനെയും കൂടി ഉറക്കാം. ചങ്ങായി വാവ് ഉറങ്ങാൻ കഴിയാണ്ടാടാ തലയും കറങ്ങിയിട്ട് നിൽക്കുന്നു. നമുക്കിതാക്കാം. ഗൈസ് 3ാമത്തെ കല്ലങ്ങനെ പുറക്കിയിട്ടുണ്ട്. നമുക്ക് തോക്ക് ഇടാം. 2.5 മിനിറ്റത്തേക്ക് 2എണ്ണത്തിൻ്റെയും ഇത് നമുക്ക് നോക്കണ്ട. പിന്നെ നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് താഴെ പോകണം. അതിൻ്റെ മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഇലക്ട്രിക് സ്വിച്ച് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ലേ? ഗൈസ് അടുത്ത് നമുക്ക് ട്രെയിനിൻ്റെ ഇവിടെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വേഗം ഇടെത്തി. പിന്നെ ഞാൻ സ്പീഡിൽ വരുന്നതെന്ന് സ്പീഡിലാകുമ്പോൾ എല്ലാ കാര്യം ചെയ്യുന്നു ഗൈസ്. പിന്നെ ഗ്രാൻഡ് പി എണീച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സേഫല്ല. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കയറുമ്പം തന്നെ വന്ന് അടിച്ച് പൂശു. ഇടയ്ക്ക് അങ്ങനെ പൂശലുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഗൈസ്. പിന്നെ ഈ സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് നമുക്ക് ഗ്ലാസ് പൊട്ടിക്കണം താഴത്തെ. നമുക്ക് അവിടെ എന്തായാലും ക്രോബാർ ഇട്ടു, അത് ഉറപ്പാണ്. ക്രോബാർ ഇട്ടു. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഗ്രാനി കളിച്ചോണ്ട ഗൈസ് നമുക്ക് ഇതെല്ലാം എവിടെ ഉള്ളതെന്ന് അറിയുന്നത് ഗൈസ്. ഗ്രാനി 3 ഞാൻ പണ്ട് കുറേ കളിച്ചിനി. ഗ്രാനി 1 പിന്നെ ഞാൻ കളിച്ചിനി. ഗ്രാനി 1 ഞാൻ കളിച്ചിനി ഗൈസ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട്. ക്രോബാർ തുറന്നപ്പോൾ ഇത് നമുക്ക് വേണ്ട ഗൈസ്. നമുക്ക് തോക്ക് കിട്ടി. നമുക്ക് ഈ കാക്കനെ ഓട്ടിക്കാനാണ് ഒന്നാമത് ഈ മരത്തടി വേണ്ടത്. നമുക്കത് വേണ്ടാലോ. നമ്മൾ തോക്കില്ലേ, കാക്കനെ അങ്ങനെ വെടിച്ച് പൂശിയാൽ മതി. പിന്നെ നമുക്ക് ഷെഡ് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ നമുക്ക് ഷെഡ് കിട്ടി. ഇനി നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോൾ എണീച്ചിട്ടുണ്ടാവും ഗ്രാനിയും ഗ്രാൻഡ്പയും. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. തോക്ക് മുന്നിൽ തന്നെ ഉണ്ട് ഗൈസ്. ഗ്രാൻഡ് എടുത്തിട്ടില്ല ഗൈസ്. ഇത്രയും നേരമായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. പിന്നെ ഇവർ എണീച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. 2.5 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ഷെഡ് കീയും തുറന്നിട്ട് ആ ഷെഡിലുള്ളൊരു അൽമാറില്ല, ഇതിലെന്താ നോക്കുക ഗൈസ്. ഇതിലെന്താ ഉള്ളത് ഷെഡിലുള്ള അൽമാറില്ല ഗൈസ്. ടെഡി ആർക്കുമാണ് ടെഡി. സിലിണ്ടറിനൊക്കെ കൊടുത്താൽ ഒന്നും കിട്ടുകയൊന്നും ചെയ്യില്ല. സിലിണ്ടറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് നമ്മുടെ സാക്ഷാൽ ഗ്രാനി തള്ളച്ച് വീഴുന്നത്. നമുക്ക് ഇവിടുന്ന് വട്ടം നാരങ്ങ കളിപ്പിക്കാം ഗൈസ്. നമുക്കിവിടെ പ്ലാങ്ക് ഉണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ എല്ലാവർക്കും ഓർമ്മ വേണം, വണക്കം ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പ്ലാങ്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഗ്രാനി തള്ളച്ചിൻ്റെ അടുത്ത് നന്ദി പറയണ്ട. ഗ്രാനി തള്ളച്ചി പിടിക്കാൻ വന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ കണ്ട, അല്ലെങ്കിൽ ഞാൻ കാണുകയൊന്നും ചെയ്യില്ല ഗൈസ്. നമുക്കിവിടെ തോക്കുണ്ട്. ഈ തോക്കുണ്ടെന്ന് നമുക്കൊന്ന് പൂശാം ഗ്രാനി തള്ളച്ചിനെ. ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് എന്തായാലും അപ്പാപ്പൻ വരും, അത് ഉറപ്പാണ്. അപ്പാപ്പടെ വാ തള്ളച്ചി ഞാൻ മുന്നിൽ തന്നെ ഉണ്ടെന്നോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞളിക്കില്ല ഗൈസ്. അടുക്കളത്തെ ബുള്ളറ്റ് ഞാൻ ഓൾറെഡി എടുത്തിന്. നമുക്ക് തണാലുണ്ടോ നോക്കാം. തണാലെന്ന് വെച്ചാൽ നമ്മുടെ ലിവിങ് റൂമിൽ നമുക്ക് ഉണ്ടോ നോക്കാം. ലിവിങ് റൂമിലൊന്നും പോകണ്ട ഗൈസ്. നമുക്കിവിടെ കാറിലുണ്ട്. പെട്ടെന്ന് ഞങ്ങൾക്ക് ഓർമ്മ കാറിലുണ്ടോ നോക്കാൻ പോയതാ. കാറിലപ്പോൾ ഉണ്ട്, ചെറുതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് കാറിലുണ്ട് എന്ന് ഗൈസ്. അപ്പോൾ അപ്പാപ്പൻ വന്ന് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അതിൻ്റെ എന്താണ് മൂമെൻറ്റ് സ്പീഡ് പൊട്ടന കണ്ടിട്ട് ഞാൻ അറിയാണ്ട് തന്നെ ഷൂട്ടൊക്കെ പോയി ഗൈസ്. കഴിവേ ഞാൻ കണ്ടിട്ട് പോലില്ല. പിന്നെ ഗൈസ് നമുക്ക് കാക്കനങ്ങ് തട്ടാം. നമുക്ക് കാക്കനെ നല്ല തട്ടിയിട്ടുണ്ട്. തോക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം ഗൈസ്. തോക്ക് പോവാത്ത പിന്നെ തോക്ക് എന്താ പോവാത്ത തോക്ക് പോവാപ്പോൾ എന്താ കളിക്കുന്നത്. തോക്ക് അങ്ങ് പോവോ? തോക്ക് അങ്ങ് പോവും. പറഞ്ഞാതില്ല തോക്കിനൊന്നും ഗൈസ്. നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ട്രെയിൻ കീ നമുക്ക് ട്രെയിൻ എസ്കേപ്പിൻ്റെ ഞാൻ എല്ലാ സാധനവും ആയിന്ന് തോന്നുന്നു. ഷെഡ് കീ ആയി ഗൈസ്. പിന്നെ ജനറേറ്റർ കേബിള് അത് കിട്ടിയിട്ടില്ല അല്ലേ. അതും പിന്നെ ആക്സിലേറ്ററും കിട്ടിയിട്ടില്ല ട്രെയിനിൻ്റെ. പിന്നെ കോയിനും കിട്ടിയിട്ടില്ല. ട്രെയിനിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. ട്രെയിനിൻ്റെ പിന്നെ ഏകദേശം എല്ലാം ആയിന്നും തോന്നുന്നു അല്ലേ. ട്രെയിനിൻ്റെ എല്ലാം ഏകദേശം ആയിന്. പിന്നെ ആകെ കോയിന്, ആക്സിലേറ്റർ, പിന്നെ കേബിള്, 3 സാധനം മതി. എസ്കേപ്പ് മറ്റേ ഗേറ്റ് എസ്കേപ്പിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. ഫ്യൂസ് കാണോ
മറ്റേ ചക്രം പോലത്തെ സാധനം വേണോ, പിന്നെ പാലം താത്തിയിടാൻ ഗൈസ്, പിന്നെ എന്നൊക്കെ ഓർമ്മ സ്ലിംഗ് ഷോട്ട് അങ്ങോട്ട് ഇട്ടിട്ടില്ലേ, അത് എടുക്കട്ടെ. പിന്നെ നമുക്ക് ആ ജനറേറ്റർ കേബിൾ വേണോ, എന്നാലല്ലേ ഗേറ്റ് തുറക്കാൻ കഴിയും. ഗൈസ് അപ്പാപ്പനൊന്നും ഇവിടെ കാണാനില്ല, അതുകൊണ്ട് നമുക്ക് ഈ സാധനം ഇവിടെ ഇട്ടിട്ട് നമുക്ക് അടിയിപ്പൊരു ക്രോബാർ എടുക്കാം. ക്രോബാർ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ലിഫ്റ്റിൽ പോയിട്ട് കൊണ്ടിടാം. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും മേലെ ഒരു സാധനം ഇല്ലേ, നമുക്ക് ആടെ ഏറ്റവും മേലെ സാധനത്തിൽ പോയി തുറന്നൊക്കെ എന്താ കിട്ടാൻ നോക്കാം. പിന്നെ ഏറ്റവും മേലെ തേങ്ങ ഉണ്ട്, ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു റൂമില്ല, അവിടെ തേങ്ങ ഉണ്ട്. തേങ്ങ പൊട്ടിച്ചിട്ട് എന്താന്ന് നോക്കണം. തേങ്ങ 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 തേങ്ങയെന്നല്ലേ, തേങ്ങ പുതിയ പാട്ടാണ്, ഞാൻ ഇറക്കിയ പാട്ടാണ് ഗൈസ്. തേങ്ങ ആ ചെക്കൻ പാടിയൊന്നുമല്ല, ഞാൻ പാടിയിട്ട് പിന്നെ ട്രെൻഡായി പോയിട്ട് ചെക്കൻ കോപ്പി അടിച്ച് പാടിക്കുമ്പോഴേക്ക് ആ നല്ലോണം ട്രെൻഡായി പോയി. പക്ഷെ ഇപ്പോൾ ആ ട്രെൻഡെല്ലാം പോയി ഗൈസ്, അത് പണ്ടാണ്. ഞാൻ ക്രോബാറും കൊണ്ട് മേലേക്ക് പോകാൻ തീരുമാനിച്ച്. ഇവിടെ ഇട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ ശരിയാവില്ല, ഇടുന്ന് വെച്ചിട്ട് ഗ്രാനി വരും. കീഴുമ്പോൾ തന്നെ പിന്നെ തല വന്നിട്ട് ഹെഡ് ഷോട്ട് അങ്ങ് പൊട്ടിക്കുക. അതിൻ്റെ കാട്ടി നല്ല നമുക്ക് ഇവിടെ നിൽക്കുക, എന്നിട്ട് നമുക്ക് ഇവിടെ തോക്ക് കൊടുത്ത് താഴെ ഗൈസ്. ജനറേറ്റർ കേബിളല്ലേ കിട്ടിയത്, ജനറേറ്റർ കേബിളല്ലേ ഇത് കിട്ടിയത് ഗൈസ്. നമുക്ക് ട്രെയിൻ എസ്കേപ്പ് തന്നെ ചെയ്യാം. ഞാൻ കോയിനും ഇതുവരെ വേണ്ടു ഗൈസ്. ഞാൻ ഇത് നേരെ താഴോട്ടേക്ക് അയക്കുകയാണ്. ഇങ്ങനെ നേരെ താഴോട്ട് ഗ്ലിച്ചടിച്ച് പോകുന്നുണ്ടോയെന്ന് നോക്കണം ഗൈസ്. ഗ്ലിച്ചടിച്ച് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുത്തേക്ക് കുറേ അനുഭവമില്ലേ. ഞാൻ അങ്ങനെ സാധനം ലിഫ്റ്റിലിട്ട് താഴെ വയ്ക്കും, ഇത് ഗ്ലിച്ചടിച്ച് പോകും. ഇത് താഴെത്തി എന്താ ഗുണയോ, തൊട്ടപ്പുറത്താണ് ഷെഡ്, വെക്കാൻ എളുപ്പമാണ്. നമ്മളിങ്ങനെ കറങ്ങിയിട്ടൊന്നും പോകണം. പിന്നെ ഇതിലാകെ ഒരു ബുള്ളറ്റ് ഉണ്ട്, ആരുടെ എഞ്ചിൻ തുളയെന്ന് പൊളിക്കണ്ടേന്നൊക്കെ തിരിയുന്നില്ല. ഗ്രാനി എന്തായാലും വേഗം വരും, ഗ്രാൻഡ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ ഒച്ച കേട്ടാലേ ഗ്രാൻഡ് വരും. ഞാൻ ഗ്രാനി വരാൻ കാത്തിക്കുന്നു, അല്ലെങ്കിൽ താഴെ ഇറങ്ങാലേ. ഗ്രാനി വന്ന് നമുക്ക് മറ്റേ ടേബിളിൻ്റെ അടിയിൽ പോയി ഒളിച്ചിട്ട് ഷോട്ട് പൊട്ടിക്കാനേ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ പോകുന്ന റിസ്ക്കാണ്. പെട്ടെന്ന് ഗ്രാനി വരുമ്പോൾ ഹെഡ് ഷോട്ട് പൊളിയാൻ നല്ല സാധ്യതയാണ്. ഞാൻ രണ്ടാമത്തെ ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം വന്നാലും കുഴപ്പമില്ല. ഏടുന്നാ വരുന്നത് അണക്കൊരു കുഴപ്പമില്ല, 2 ബുള്ളറ്റ് ഉണ്ട്. രണ്ടും വന്ന് ഓരോരാൾക്ക് ഓരോന്ന് വെച്ചിട്ട് നമ്മളിവിടെ കൊടുക്കും, വന്നിട്ട് കൊടുക്കും. കൊടുത്തു വരുന്നില്ലല്ലേ, ആരും കാണുന്നില്ലല്ലേ. ഈ സൈഡിൽ നിന്ന് വരുന്നത് കള്ളക്കളിയാണ്, ഈ സൈഡിൽ നിന്ന് വരുന്നത് കള്ളക്കളിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ടേബിളിൻ്റെ ഇവിടുന്ന് തന്നെ നമുക്ക് ഇതാക്കാം. വാടേ നിന്നടെ വരാത്ത ഗ്രാൻഡ് പാൻ്റെ ഷോർട്ട് ഗണ്ണാ പോലും, ഷോർട്ട് ഗണ്ണ് നമുക്കിത് അടിച്ച് പൂശണ സാധനം. ഗ്രാൻഡ് എന്താപ്പോൾ വരാത്ത, ഗ്രാൻഡ് ഗ്രാനിയും കെട്ടിയോനും ഹണിമൂൺ ട്രിപ്പിൽ പോയി തോന്നട്ടാ ഗൈസ്. ഹണിമൂൺ ട്രിപ്പൊന്നും പോയിട്ടില്ല, ഇതാ കെട്ടിയോള് പോയി എത്തി. ഇനി അപ്പാപ്പനെ ഏത് കാമുകിനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും ഗൈസ് ഹണിമൂൺ ട്രിപ്പിന്. ബാണി അങ്ങനെ ഇരിക്കും, കാമുകിനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും ഹണിമൂൺ ട്രിപ്പിൽ. പാവ ഗ്രാനിനെ എന്തിനാമോ ചതിച്ചിന്, പാവ ഗ്രാനിയല്ലേ. ഗ്രാനി കെട്ടിയോളെ വിളിക്കുന്നില്ല, സോറി ഗ്രാൻഡിൻ്റെ കെട്ടിയോളെന്ന് പറയാം. ഗ്രാൻഡിൻ്റെ കെട്ടിയോളെ വിളിക്കുക, ഗ്രാനി കടന്നിട്ട് വിളിക്കുന്നുണ്ട് ഗൈസ്. ഗ്രാനി മായിന് പോയി ഗൈസ്, എന്നിട്ട് ഗ്രാൻഡ് പ വന്നിട്ടില്ല. ഇതെന്ത് ഗൈസ്, ഗ്രാൻഡ് പ എന്താ ചെവിടെ വെക്കുന്നില്ല. ഇത്ര വല്ല ഗൈസ് കണ്ട വന്ന് ഇത്ര വല്ല തോക്കിൻ്റെ സൗണ്ടാണ്, എന്നിട്ട് കേട്ടിട്ടില്ലാന്ന് വെച്ചാൽ വല്ല നാണക്കേടാണ് ഗൈസ്. ഗ്രാൻഡ് പക്ക് ഉളുപ്പില്ലേ ഇത്ര വല്ല ഒച്ച കേട്ടിട്ട് വരാണ്ടിരിക്കാൻ ഗൈസ്. ഇവിടെ തോക്കിട്ട ശരിയാവില്ല, ഗ്രാൻഡ് പക്ക് സുഖത്തിലെടുത്തിട്ട് നമ്മളെ വന്നിട്ട് പൂശ. അമ്പടെ പുഴുസ് അവിടെ കെണിയിട്ട് വെച്ചിട്ടല്ലേ, നമുക്ക് കാണൂലെന്ന് വിചാരിച്ചേ. അമ്പടെ പുഴുസ് അല്ല, അതിൻ്റെ കയ്യിലിപ്പോൾ തിരിഞ്ഞ ഗ്രാനിയിലെ. നമുക്ക് ഇവിടെ തോക്ക് കിടാം. ഇവിടെ എന്തായാലും അപ്പാപ്പന് വരാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി കൊട്ടടക്ക തേങ്ങ എടുക്കാം. കൊട്ടടക്ക തേങ്ങ ഗ്രാനി എത്ര കൊല്ലമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവും ഈ തേങ്ങ. ഈ ഗൈസ്
ഈ തേങ്ങേൻ്റെ ഉള്ളിൽ സാധനം എങ്ങനെ നമ്മൾ വെക്കുന്നു? ആ ഗ്രാനിനെ സമ്മതിക്കണം, ഗ്രാനിനെയും ഗ്രാൻഡ് പേനെയും. ഈ തേങ്ങയില്ലേ, തേങ്ങേൻ്റെ ഉള്ളിൽ അങ്ങനെ സാധനം വെക്കുന്നു, തേങ്ങ പൊളിക്കാണ്ട് നമ്മൾ ഈ പൊളിച്ചിട്ടെടുക്കുന്നു. ഇങ്ങനെ തന്നെ ആലോചിക്കുക, അങ്ങനെ ഉള്ളി വെക്കുന്നു. അതൊക്കെ ഡൗട്ടുണ്ട്. നമുക്ക് തേങ്ങയുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഉപകാരപ്പെടുന്ന സാധനം കിട്ടിയാൽ മതിയേനു ഗൈസ്. നല്ല ഉപകാരമുള്ള സാധനം കിട്ടീനി കോയിന്. നമുക്ക് ട്രെയിൻസ്കേപ്പിൻ്റെ പകുതി മുക്കാലല്ലോ അതിന് ഒറ്റ സാധനം കിട്ടണ്ടു, ആക്സിലേറ്റർ. അത് മാത്രം കിട്ടിയാൽ മതി, വേറൊന്നും കിട്ടാനില്ല ഗൈസ്. ഈ കോയിൻ ഇടുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പിരാന്ത റോബോട്ടിന് കൊടുക്കുന്നു, ആ ഒച്ചപ്പാട് ആക്കുന്നത് നിർത്തുന്നു. ഇതാണ് നമ്മുടെ പ്ലാൻ ഗൈസ്. നേരെ എങ്ങോട്ടേക്ക് പോകാൻ പോകുന്നു? ഇവിടെ കോയിനിട്ട് ടിക്കറ്റ് ആദ്യം എടുക്കണ്ടേ ഗൈസ്? ടിക്കറ്റ് ആദ്യം എടുക്കണം, എന്നിട്ടേ ഇവിടെ നിന്ന് ഇതാക്കണം. പിന്നെ ജനറേറ്റർ കേബിള് ഇതാക്കണം ഗൈസ്. ഞാൻ അത് മറന്നുപോയി ആക്കാൻ, ജനറേറ്റർ വെച്ചിട്ട് ഇതാക്കാൻ. പിന്നെ നമുക്ക് ഞാൻ പ്ലാങ്ക് എടിയു കണ്ടില്ല ഗൈസ്, ഇതാണ് എൻ്റെ കുഴപ്പം. ഞാൻ പ്ലാങ്ക് എടിയു വെച്ച് മറന്നുപോയി, എടിയു കണ്ടില്ല ഗൈസ്. പ്ലാങ്ക് എവിടെ വെച്ചെന്ന് നമുക്ക് ഓർമ്മ വരുന്നില്ല. നമുക്ക് ജനറേറ്റർ കേബിളിലെ സാധനം ഇതാക്കാൻ നോക്കാം ഗൈസ്. പ്ലാങ്ക് ഞാൻ ഇതിലോട്ട് ഗ്രാനിന് ഇങ്ങനെ വട്ടം കറക്കിയിട്ട് പോകുമ്പോൾ, ഇവിടെ തന്നെ പ്ലാങ്ക് ഇവിടെ തന്നെ ഉണ്ടായി. ഗ്രാനിന് ഇങ്ങനെ വട്ടം കറക്കി പോകുമ്പോൾ കണ്ടിനായിരുന്നു എന്നല്ല, കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഗ്രാനി വന്നിനെങ്കിൽ ഗൈസ് നമുക്ക് നേരെ സ്ലിം ഷോട്ട് എടുത്ത് കൈവെക്കില്ല, എന്നിട്ട് ഒന്ന് പുറത്ത് നിൽക്കുക. എന്നാ കണ്ട ഗൈസ്, ജസ്റ്റ് മിസ് ഗൈസ്. ഞാൻ വെറുതെ ഒരു ബുള്ളറ്റ് പോയിപ്പിച്ച്. ഇപ്പം ഗ്രാനി വരും, ഞാൻ ഗ്രാനി വരുമ്പോൾ അങ്ങനെ പൊട്ടിക്കാം ഗൈസ്. ഇങ്ങനെ തന്നെ പറ. 3 ബുള്ളറ്റും ഗ്രാൻഡ് പാക്ക് അങ്ങ് കൊടുത്തു. എന്താ ചെയ്യുക? ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്, തലക്കടിച്ചാൽ ഇനി രക്ഷയുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ കല്ല് പുറക്കുമ്പോൾ ബാക്കിൽ നിന്ന് അടിച്ചിനെങ്കിൽ പിരാന്തം ഗ്രാനി. ഞാൻ പിന്നെ എൻ്റെ കെട്ടിയോനിവിടെ അടിച്ചിട്ടിനി. അതാ നീ വരുത്തല്ലേ, ഇത് വരാത്ത ഗൈസ്. അങ്ങനെ നമ്മളെ തള്ളത്തിനും കൂടി എത്തി ഗൈസ്. ഹെഡ് ഷോട്ട് ഗ്രാൻഡ് പേനെ പോലെ കുറേ അങ്ങ് അടിക്കേണ്ടതൊന്നും വന്നിട്ടില്ല ഗൈസ്. ഗ്രാനിൻ്റെ ഹെഡ് ഷോട്ട് അങ്ങ് കയറി. ഫ്ലാഗ് വെച്ചിട്ട് നമുക്ക് ആടെ നിന്ന് എന്താ കിട്ടാൻ നോക്കാം ഗൈസ്. നമുക്ക് അവിടെ നല്ല സാധനം കിട്ടിയാൽ മതി. ഫ്ലാഗ് അങ്ങ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇരുന്നിട്ടല്ല പോകണ്ടല്ലോ ഗൈസ്. ഞാൻ ആവേശം കൂടിയിട്ട് നിന്നിട്ടങ്ങ് പോകാൻ നോക്കിയതാ. ഇതാന്ന് ആവേശം കൂടി ഇതാന്ന് പോയിപ്പോൾ ഗൈസ്. ഇനി നമുക്ക് മെല്ലെ പോവാം ഗൈസ്. കണ്ട കൃത്യത്തിൽ ഇപ്പുറത്തെത്തിയില്ലേ ഗൈസ്. ഇതെന്താ കാണുന്നു? ട്രെയിൻ എസ്കേപ്പിന് എല്ലാ സാധനവുമായി, ആക്സിലേറ്ററും കിട്ടി ഗൈസ്. ട്രെയിൻ എസ്കേപ്പ് കൺഫേം. നമുക്ക് നേരെ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ട്രെയിൻ എസ്കേപ്പ് നേരെ പോയി ചാവി ഇടുന്നു, ഇതാക്കുന്നു, ട്രെയിൻ എസ്കേപ്പ് ചെയ്യണു. 3, 2 അതൊന്നും എണ്ണാനായിട്ടില്ല, ഞാൻ അടുത്ത് എണ്ണും. അപ്പോൾ എല്ലാവരും കൂടെ എണ്ണണം ഗൈസ്. നമ്മൾ എസ്കേപ്പ് ആകാൻ പോകുന്നു ഗൈസ്, എസ്കേപ്പ് ആകാൻ പോകുന്നു. വാതിലുറക്കുന്നു. ഇതിവിടെ ആ ട്രെയിൻ കീയാണ് ഗൈസ്, ഇപ്പുറത്താണ് ആക്സിലേറ്റർ. ആവേശം കൊടുത്ത് എന്താന്ന് തിരിയുന്നില്ല. ട്രെയിൻ കീ എടുക്കുക, വാതിലെല്ലാം പൂട്ടുക ഗൈസ്. നമ്മൾ എസ്കേപ്പ് ആകാൻ പോകുന്നു ഗൈസ്. 3, 2, 1 ഗൈസ്. ഞാനിപ്പോൾ എന്നൊരു കാര്യം ഓർമ്മ വന്നേ. ജനറേറ്റർ കേബിൾ ഞാൻ കുത്താണ്ട് എങ്ങനെയാണ് ഇവിടെ കറണ്ട് എത്താം ഗൈസ്. ആടെ ഞാൻ വലിക്കുന്നതിന് മുന്നേ ജനറേറ്റർ കേബിൾ പിടിച്ച് ഇതാക്കണ്ടേ, കറണ്ട് കൊടുക്കണ്ടേ. ഞാൻ ഇങ്ങനെ ജനറേറ്റർ കേബിൾ എന്നെല്ലാം പറഞ്ഞിട്ട് നേരെ മറ്റേ വലിക്കാനാണ് പോകുന്നത്. അതാന്നാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആദ്യം ജനറേറ്റർ കേബിളിൽ വയർ കൊടുത്തിട്ട് ഓണാക്കിയാലല്ലേ ഇവിടെ കറണ്ട് വരൂ. എന്താ അവസ്ഥ ഇപ്പോൾ ഗ്രാനി. ഞാൻ എസ്കേപ്പ് ആകുമ്പോൾ എല്ലാം പറഞ്ഞിട്ട് വല്ല ആവേശത്തിൽ നിൽക്കിയേന്.
അപ്പം അത് വീണ്ടും ഇതായി. ജനറേറ്റർ കേബിൾ ഇടന്നിട്ട് ഉണ്ടായി. അപ്പം എൻ്റെ ഗ്രാനി തൊള്ളച്ചിയാ ഗ്രാൻഡ് പാൻ്റെ എൻ്റെ അടിച്ചിനും കീരി എസ്കേപ്പ് ആകുമ്പോൾ മറ്റേ അടിച്ചിനും ഇങ്ങനെ. പിന്നെ ഗ്രാൻഡി തള്ളച്ചിക്ക് എൻ്റെ സ്വഭാവം അറിയിട്ടാണ്. ഓളയുമ്പോൾ ബേസ്ബോളിൻ്റെ ബാറ്റ് ഉണ്ട് വെച്ചിട്ട് ഞാൻ പേടിക്കൊന്നും ചെയ്യില്ല ഗൈസ്. നമുക്ക് ഈ ഇവിടുന്ന് ഒരു കല്ലൊന്നും കഴിയുമ്പോൾ പിടിച്ചേക്കാം. പെട്ടെന്ന് ഗ്രാനി വന്ന സ്ലിംഗ് ഷോട്ട് എടുത്ത് അടിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഒരു കരുതൽ കഴിയുമ്പോൾ പിടിക്കണ്ടേ. അതുകൊണ്ടാണ് സ്ലിംഗ് ഷോട്ടും കഴിയുമ്പോൾ പിടിച്ചിട്ടാണ് പോകുന്നത് ഗൈസ്. ഫസ്റ്റ് ഡേ തന്നെ എസ്കേപ്പ് ആകാൻ പോകുന്നു ഗൈസ്. കണ്ട ഇതാ ഞാൻ പറഞ്ഞത്, പിടിച്ചിട്ട് വെക്കണം. ഗ്രാൻഡ് പാ വരൂലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഗ്രാനീനെ അങ്ങ് ഉറക്കിയിട്ട് പോവാം. 3, 2, 1, 0 എന്ന് പറയുമ്പോൾ എല്ലാവരും അഞ്ചപ്പുരം എണ്ണണം. എസ്കേപ്പ് ആകാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എണ്ണും. ഇതെല്ലാം നമുക്ക് അങ്ങ് പൊന്തിക്കാം. 1, 2, 3. ശരിയെന്നല്ലേ പൊന്തിച്ചത്. ഗൈസ് നേരെ അങ്ങ് എസ്കേപ്പ് ആകാൻ പോയെന്ന്. അയാൾ ഡോർ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ഡോറും അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എന്താ കുഴപ്പം? ഡോറ് ക്ലോസ് ആക്കിയില്ല. ഇനി ഏത് ഡോറ് ഗൈസ്? ഇപ്പുറത്തെ ഡോറും കൂടി അടക്കണേനു അല്ലേ. 3, 2, 1, 0 ഗൈസ്. എസ്കേപ്പ് ആകാൻ പോവുകയാണ്. എല്ലാ സൈഡും നോക്കിയാണ് ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ട്രെയിൻ എസ്കേപ്പ്. ഗ്രാനിയും ഗ്രാൻഡ്പി ഇവിടെ നോക്കി നോക്കുന്നു. നമ്മൾ രക്ഷപ്പെട്ട് നിങ്ങളവിടെ നോക്കിയിരുന്നോ. അങ്ങനെ നമ്മൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.